ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യരുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന സന്തോഷമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്. ഈ സമുദായത്തിൻ്റെ തുടക്കം എങ്ങനെയാണോ നന്നായത്, അതുകൊണ്ട് മാത്രമേ സമുദായത്തിൻ്റെ അവസാനവും നന്നാവുകയുള്ളൂ. ലാ യസ്ലുഹു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ അവ്വലുഹ. ഈ സമുദായത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയാണോ കർമ്മോത്സുകമായ, ആവേശോജ്വലമായ, വിശ്വാസ തീവ്രമായ ഒരു സമൂഹത്തെ വളർത്തിയെടുത്തിട്ടുള്ളത്, അതേ വഴിയിലൂടെ മാത്രമേ അവസാന കാലത്തും ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ വസ്തുത ഇസ്ലാമിക പ്രസ്ഥാനം വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കി. ഖുർആൻ വ്യാപകമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആദ്യം ആരംഭിച്ച പരിപാടി ഖുർആൻ ദർസ് അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ് എന്ന പരിപാടിയായിരുന്നു. പൊതുജനങ്ങളെ വിളിച്ചിരുത്തി, മുസ്ലിം സാമാന്യ ജനങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് അവരുടെ മുമ്പിൽ ആദ്യമായി മനോഹരമായി ഖുർആൻ ഓതിക്കേൾപ്പിക്കും. ഓതിക്കേൾപ്പിച്ചതിന് ശേഷം അതിൻ്റെ പദാനുപത അർത്ഥം പറയും. പിന്നീട് ആ വചനങ്ങൾ അവതരിപ്പിക്കാനുള്ള സാഹചര്യം, ഏത് സന്ദർഭത്തിലാണ് ആ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് എന്നത് വിശദീകരിക്കും. ആ സാഹചര്യത്തിൽ ആ വചനങ്ങളിൽ നിന്ന് ഏത് ആശയമാണ് ഉൾക്കൊണ്ടത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അവസാനമായി ആ വചനങ്ങളിൽ നിന്ന് ഈ കാലഘട്ടത്തിലെ ജനത, തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ ഏത് സന്ദേശമാണ് ഉൾക്കൊള്ളേണ്ടതെന്നും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നും വിശദീകരിക്കും. ഇങ്ങനെയുള്ള മനോഹരമായ ഒരു പരിപാടി, അരമണിക്കൂറോ 40 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് അന്ന് ഖുർആൻ ക്ലാസ് അല്ലെങ്കിൽ ഖുർആൻ ദർസ് എന്ന് പറഞ്ഞിരുന്നത്. ഏതാണ്ട് 2-3 പതിറ്റാണ്ടുകൾ ഇടതടവില്ലാതെ ഈ പ്രവർത്തനം നടത്തിപ്പോന്നു. പക്ഷെ അപ്പോഴും ഖുർആൻ ആളുകൾ പഠിക്കാറുണ്ടായിരുന്നില്ല. ഖുർആനിൽ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുകയും അതിനെ അനുധാവനം ചെയ്യാൻ താല്പര്യപ്പെടുകയുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ പരിഭാഷകൾ വായിച്ചുകൊണ്ട് മാത്രം ഖുർആനികാശയങ്ങൾ മനസ്സിലാക്കുകയും ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നതിന് പകരം സ്വയം ഖുർആൻ വായിക്കാനും, വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും, അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ ആശയങ്ങളിലേക്ക് ഊളിയിട്ട് പോകാനും കഴിയുന്ന ഒരു കഴിവ് പഠിതാക്കളിൽ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് ഖുർആൻ സ്റ്റഡി സെന്റർ ആരംഭിച്ചത്. ഖുർആൻ സ്റ്റഡി സെന്ററിൽ തുടർച്ചയായി ഖുർആൻ പഠിപ്പിക്കുന്നു, ആയത്തുകൾ പഠിപ്പിക്കുന്നു, ആ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന വാക്കുകൾ പഠിപ്പിക്കുന്നു, ആ വാക്കുകളുടെ ഉച്ചാരണം പഠിപ്പിക്കുന്നു, ആ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഗ്രാമർ നിയമങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിച്ച ഭാഗവും പഠിപ്പിക്കപ്പെടാത്ത ഭാഗവും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഴിവ്, ഒരു സ്കിൽ, ഒരു നോളജ്, ഒരു ഇൻസ്ട്രുമെന്റ് പഠിതാവിന് ലഭിക്കുന്നു. 10,000 കണക്കിന് ആളുകളാണ് ആ കോഴ്സുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോയത്.